ആർക്കും ഇഷ്ടമല്ലല്ലേ? എല്ലാരും പറയും അവള് ഭയങ്കര സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ. പക്ഷേ ഒരാളും ഒരു ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാ നിനക്ക് എത്താ ദേഷ്യമൊന്ന്. പണ്ടോട്ടേ കേൾക്കുന്നതാ പെങ്കൊച്ചാണ്, പെങ്കൊച്ചായ അടക്കോ ഒതുക്കോ വേണം. സത്യമാണ്, എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് തുറന്നു പറയാൻ ആരും ഇല്ലാത്തപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടും. നമ്മുടെ വിഷമം നമ്മൾ ഒരാളുടെ അടുത്ത് ഇപ്പൊ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ഡിസ്റ്റർബ് ആയിരിക്കും, അവർക്കതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പൊതുവെ എല്ലാ പെൺകുട്ടികളും ഇത് അനുഭവിക്കുന്നതാണ്. അവരെന്താ പറയുന്നത്, അവർക്ക് എന്താ പറയാനുള്ളത് എന്നൊന്ന് കേട്ടാൽ മാത്രം മതി, എന്നല്ലേ മനസ്സിലാവത്തുള്ളൂ. ഇതൊന്നും അറിയാണ്ട് അവർ ദേഷ്യപ്പെട്ടാൽ കുഴപ്പമാണ്, മിണ്ടിയാൽ കുഴപ്പമാണ്, കരഞ്ഞാലോ അതിനും പ്രശ്നമാണ്. എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിപ്പോ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ്. ആരുടെടുത്തൊന്നും സംസാരിക്കാൻ പാടില്ല, ഒച്ച എടുക്കലും തിരിച്ച് സംസാരിക്കലും പറഞ്ഞാൽ പുള്ളിക്കാരുടെ ആക്ടിങ് അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ. അങ്ങനെ കേട്ടിട്ട് മടുത്ത്. പണ്ട് അയാൾ എന്നെ പിടിച്ച് വേദനിപ്പിച്ചപ്പോഴും മിണ്ടലെന്നാ പറഞ്ഞേ. ഒരുപാട് പേരുണ്ട് ഇതൊന്നും പറയാൻ പറ്റാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ അതും പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തും. ഒന്നും അറിയാണ്ട് അവരെ കുറ്റം പറയാതിരിക്കുക. ഈ വീഡിയോയിൽ പറയുന്ന നല്ലൊരു മെസ്സേജാണ്, എല്ലാവരും മനസ്സിലാക്കുക. ഏതെങ്കിലും കണ്ടിട്ട് ആരടുത്തും പറയരുത്, കൊന്നാളിയെന്ന്. ഇതിപ്പോ ഇവരെ വിഷമം പറഞ്ഞാൽ തന്നെ പെൺകുട്ടികളെ കുറ്റം പറയുന്നവരെ കാണത്തുള്ളൂ. അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ആരും നോക്കത്തില്ല. അവരെ കുറ്റം പറയാൻ പറ്റും, അവരെ എങ്ങനെ തളർത്താൻ പറ്റും, അമ്മാതിരി ചിന്തിക്കുന്നവരാണ് എല്ലാരും. പക്ഷെ പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോള് അവര് പറയാ, നീ കൊച്ചു കുട്ടിയെ നിനക്കൊന്നും അറിയില്ല, നിന്റെ തോന്നലാന്നൊക്കെ. എന്നെ ചേർത്ത് പിടിക്കേണ്ടവരൊക്കെ ഞാൻ പറയണ കള്ളത്തരമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവനെ ആരോടാ പറയേണ്ടതല്ല. അന്നോട്ട് തുടങ്ങിയ ദേഷ്യം എനിക്ക് അന്നോട്ട് ദേഷ്യം എല്ലാത്തിനടുത്ത്. എനിക്ക് ദേഷ്യം, എനിക്ക് വാശിയാ. എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാരടുത്ത് എനിക്ക് ദേഷ്യമാ. എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. എനിക്ക് കിട്ടാത്ത സ്നേഹനം എങ്ങനെ മറ്റൊരാൾക്ക് കാണിക്കണേ എനിക്കറിയില്ല. എല്ലാരും ദേഷ്യം വാശി എന്ന് പറയുമ്പോഴും